ഫ്രഷാണല്ലേ. ഗവിയിലേക്ക് ഒരു ട്രിപ്പ് പോയാലോ? എല്ലാവരും പോകുന്നത് പോലെ ഒരു റോഡ് ട്രിപ്പ് അല്ല. നമ്മൾ പോകുന്നത് KFTCയുടെ ഒരു സ്റ്റേ പാക്കേജ് എടുത്ത് ഈ മഴക്കാലത്ത് ഗവിയുടെ സൗന്ദര്യം ആസ്വദിച്ച് ഈ കാട്ടിനകത്ത് ഒരു ദിവസം താമസിച്ച് കാട്ടിലെ മൃഗങ്ങളെയും മറ്റു കാഴ്ചകളും എല്ലാം കണ്ട് പിറ്റേ ദിവസം തിരിച്ചു വരുന്നു. എങ്ങനെയാപ്പം പോകുമല്ലേ? നമ്മുടെ ഗവി യാത്ര തുടങ്ങുന്നത് പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നാണ്. ഇവിടുന്ന് ഗവി വഴി കുമളിക്ക് 3 ബസ് സർവീസുകളാണുള്ളത്. രാവിലെ 5:30, 6:30, പിന്നെ ഉച്ചയ്ക്ക് 12:30. ഈ കാണുന്ന ബസ്സിലാണ് നമുക്ക് പോകേണ്ടത്. ഇത് 6:30ക്കുള്ള ബസ്സാണ്. ഇവിടുന്ന് ഗവിയിലേക്ക് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് 153 രൂപയാണ്. ഗവി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ്, ഗവിയിലേക്ക് പോകാൻ പാസ് എടുക്കണം, എത്ര വണ്ടികളെയാണ് ഒരു ദിവസം അവിടേക്ക് കയറ്റിവിടുക എന്നൊക്കെ. ഒരു ദിവസം 30 വണ്ടികളെയാണ് കയറ്റിവിടുന്നത്. ഒരാൾക്ക് 80 രൂപയാണ് പാസിന്റെ ചാർജായിട്ട് അവിടെ മേടിക്കുന്നത്. നിങ്ങൾക്ക് ഇനി റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ പാസ് ഇല്ലാതെ ഗവിയിലേക്ക് പോകണമെങ്കിൽ ഈ കാണുന്ന KSRTCയിൽ കയറിയാൽ മതി. ഈ വണ്ടിയിൽ തന്നെ പോകുന്ന 90% ആൾക്കാരും ഗവിയിലേക്ക് പോകുന്നവരാണ്. നിങ്ങൾക്ക് സ്വന്തം വണ്ടിയിൽ പോകാനാണെങ്കിൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ കയറി ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആങ്ങാമൊഴിയിലാണ്. ഗവിയിലേക്ക് പോകുന്ന എല്ലാ വണ്ടികളും ഇവിടെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ടാണ് മുകളിലേക്ക് കയറാറുള്ളത്. കാരണം ആങ്ങാമൊഴിയിലെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഗവിയിലെത്തുന്നത് വരെ 54 കിലോമീറ്റർ ബസ് കാട്ടിലൂടെ ആയിരിക്കും പോവുക. ആ പോകുന്ന വഴിക്ക് രണ്ടിടത്തായിട്ട് KSEBയുടെ ക്യാൻറ്റീനുകൾ ഉണ്ടെങ്കിലും ഇത്രയും ആൾക്കാർ ചെല്ലുമ്പോൾ അവിടെ ഫുഡ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുള്ളതുകൊണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് എല്ലാ ആൾക്കാരും പോകാറുള്ളത്. നമ്മളിപ്പോൾ ഈ ക്രോസ് ചെയ്യുന്നതാണ് കൊച്ചാണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. നിങ്ങൾ സ്വന്തം വണ്ടിയിലാണ് വരുന്നതെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിലാണ് നിങ്ങളുടെ പാസും വെഹിക്കിൾ ഡീറ്റെയിൽസും എല്ലാം വെരിഫൈ ചെയ്യേണ്ടത്. ഈ ചെക്ക് പോസ്റ്റിലൂടെ അകത്തേക്ക് കയറിയാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വഴിയായിരിക്കും. നിങ്ങൾ എടുത്ത പാസും മറ്റും അവിടെ കാണിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യം കൂടിയ കാനനപാതയിലൂടെ സർവീസ് ചെയ്യുന്ന KSRTC ബസ്സിലാണ്. 69 കിലോമീറ്ററാണ് ഈ ബസ് കാട്ടിനകത്തൂടെ സർവീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അധികം ചെലവൊന്നുമില്ലാതെ കാട്ടിൻ്റെ കാഴ്ചകളും മൃഗങ്ങളെയുമെല്ലാം കാണണമെങ്കിൽ ഈ റൂട്ടിലൂടെ ഓടുന്ന ബസ്സിൽ ഒരു യാത്ര ചെയ്താൽ മതി. ഇഷ്ടം പോലെ വൈൽഡ് അനിമൽസിനെ നിങ്ങൾക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു KSRTC ബസ് യാത്ര പോലെയല്ല ഗവിയിലൂടെയുള്ള ഈ യാത്ര. അതിന് കാരണം ഈ ബസ്സിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും തന്നെയാണ്. പോകുന്ന വഴിയിലുള്ള വ്യൂ പോയിന്റുകളിലെല്ലാം വണ്ടി നിർത്തി, അതുപോലെ പ്രത്യേകതയുള്ള സ്ഥലങ്ങളിലെല്ലാം നിർത്തി അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ച് തന്നാണ് ഇവർ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ വൈൽഡ് അനിമൽ സൈറ്റിംഗ് വല്ലതും കിട്ടിയാൽ ഇവർ നമുക്കത് കാണാനായി വണ്ടി ഒതുക്കി തരികയും ചെയ്യും. ഇവർ കാണുന്നതിന് മുമ്പ് നമ്മളാണ് വല്ല മൃഗങ്ങളെ കണ്ടതെങ്കിൽ ഇവരോട് പറഞ്ഞാൽ മതി. ഇവർ നമുക്ക് ആ മൃഗങ്ങളെ കാണാൻ പാകത്തിന് വണ്ടി ഒതുക്കി തരും. അതിനുവേണ്ടി ഒരല്പം പുറകോട്ട് വരണമെങ്കിലും ഇവർ ഒരിക്കലും മടിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഗൈഡഡ് ഫോറസ്റ്റ് സഫാരി എടുക്കുന്ന ഒരു ഫീലാണ് ഈ ബസ്സിലുള്ള യാത്ര എനിക്ക് തരുന്നത്. ഇതാണ് മൺസൂണിലെ ഗവി യാത്രയുടെ പ്രത്യേകത. കാടും മഴയും കോടമഞ്ഞും പിന്നെ ഈ ആനവണ്ടിയിലുള്ള യാത്രയും ഇതെല്ലാം കൂടെ ചേർന്ന് വല്ലാത്തൊരു ഫീലാണ് നമുക്ക് തരുന്നത്. വരുന്ന വഴിക്ക് നമുക്ക് 2-3 കാട്ടികളുടെ സൈറ്റിംഗ് കിട്ടി. പക്ഷെ അവർ ഈ കാടിനകത്തേക്ക് കയറിയാണ് നിന്നിരുന്നത്. ഈ കോടമഞ്ഞും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊരു വിഷ്വൽ കിട്ടിയതുമില്ല. അതുകൊണ്ട് അത് ക്യാമറയിലേക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ഒരു സങ്കടത്തിലിരിക്കുമ്പോഴാണ് ഡ്രൈവർ ചേട്ടൻ മറ്റൊരു കാര്യം പറഞ്ഞത്. ഇവിടെ ഇച്ചിരി കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പുൽമേടുകൾ തുടങ്ങിയായി. അവിടെ ചെന്നാൽ ഇഷ്ടം പോലെ ആനകളെ കാണാൻ സാധിക്കും. ഈ കോടമഞ്ഞിനകത്ത് നിൽക്കുന്ന ആന, ആ ഒരു സീൻ ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. ഗവിയിലെ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് 2 ആനകൾ. കോടമഞ്ഞിന്റെ നടുക്ക് നിന്ന് ലാവിഷായിട്ട് ഫുഡ് അടിക്കുന്ന തിരക്കിലാണ് 2 പേരും. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ്. ഇവിടെ നിന്ന് ഒരു 1/2 മണിക്കൂറോളം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഗവിയിലെത്തും.
ഗവിയിലെ KFDCയിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ പാക്കേജ് ബുക്ക് ചെയ്തത് KFDCയുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ കൂടെ തന്നെയാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതൊന്ന് കയറി നോക്കാവുന്നതാണ്. ഇനി പാക്കേജ് പറയുകയാണെങ്കിൽ മൺസൂൺ ഓഫറിൽ 5800 രൂപയ്ക്കാണ് എനിക്ക് പാക്കേജ് കിട്ടിയത്. അതിൽ 2 പേർക്കുള്ള ഒരു ദിവസത്തെ സ്റ്റേ, 3 നേരത്തെ ആഹാരം, ഒരു ഫോറസ്റ്റ് സഫാരി, ഒരു ഫോറസ്റ്റ് ട്രെക്കിംഗ്, ഒരു ബോട്ട് റൈഡ്, പിന്നെ വാട്ടർഫോൾ വിസിറ്റ്. ഇത്രയുമാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇനി താമസിക്കല്ല, ഒരു 1 ഡേ ട്രിപ്പായിട്ട് വരണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. വെബ്സൈറ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഗവിയിലെത്തിയതും നേരെ പോയത് KFDCയുടെ റിസപ്ഷനിലേക്കാണ്. ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കാണിച്ച് ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ചെക്ക് ഇൻ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലേക്ക് പോയി. ഇതാണ് ഇവർ നമുക്ക് തന്നിരിക്കുന്ന റൂം. 3 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റീസിലാണ് റൂം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. ഫാനും മറ്റു കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടുത്തെ ക്ലൈമറ്റിന് അതിൻ്റെ ആവശ്യവുമില്ലല്ലോ. ഇനി ബാത്റൂം ഒന്ന് കാണിച്ചു തരാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ബാത്റൂമും മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. വാട്ടർ ഹീറ്റർ ഫെസിലിറ്റിയും എല്ലാം ഉണ്ട്. നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഇവരൊരു മ്യൂസിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കാഴ്ചകളൊന്ന് കാണാം. ഒരു ആനയുടെ സ്കെലിട്ടൺ മനോഹരമായി ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. എത്ര ദിവസത്തെ പണിയായിരിക്കും ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് എടുത്തത്. അത് മാത്രമല്ല, ഒരുപാട് കാട്ടുപോത്തുകളുടെയും മാനുകളുടെയും പ്ലാവുകളുടെയും എല്ലാം തലയോട്ടിയും കൊമ്പുമെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. റൂമിൽ ബാഗുകളെല്ലാം വെച്ച് നേരെ പോയത് ഗവി ഡാമിന്റെ റിസർവോയറിനടുത്തേക്കാണ്. ഉച്ചയ്ക്ക് 12 മണി ആയിട്ടേ ഉള്ളൂ. വൈകുന്നേരം 6 മണി ആയൊരു പ്രതീതി. കോടയൊക്കെ ഇറങ്ങി വല്ലാത്തൊരു ആംബിയൻസ് തന്നെയായിരുന്നു. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. 1 ഡേ പാക്കേജോ സ്റ്റേ പാക്കേജോ ഒക്കെ എടുത്ത് വരുന്നവർക്ക് മാത്രമാണ് മുൻപ് കണ്ട ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ. പെട്ടെന്നാണ് മഴ പെയ്തത്. മഴയൊന്ന് കുറഞ്ഞ് റിസർവോയറിന് അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒരുപാട് വാൽമാക്രികൾ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയുമധികം വാൽമാക്രികളെ ഒരുമിച്ച് കാണുന്നത്. നിന്ന നിൽപ്പിലാണ് ഈ ഒരു ഭാഗം മുഴുവൻ കോടമഞ്ഞ് വന്ന് മൂടുന്നതും അതുപോലെ ക്ലിയർ ആകുന്നതും. ആ ഒരു കാഴ്ച കണ്ടു നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. വൈകുന്നേരം 4:30 ആയപ്പോഴേക്കും ഫോറസ്റ്റ് സഫാരിക്കുള്ള വണ്ടി എത്തി. ഇദ്ദേഹമാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന ഗൈഡ്, വിജയകുമാർ. വിജയചേട്ടനാണ് നമ്മൾ ആ മ്യൂസിയത്തിൽ കണ്ട ആനയുടെ സ്കെലിട്ടൺ എല്ലാം ആർട്ടിക്കുലേറ്റ് ചെയ്തത്. ഇദ്ദേഹം ഇവിടുത്തെ ഒരു സീനിയർ ഗൈഡും നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും കൂടിയാണ്. നമ്മുടെ ഫോറസ്റ്റ് സഫാരിയിലെ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടി. ജയന്റ് ഇന്ത്യൻ സ്ക്വയർ, മലയണ്ണാനാണ് കക്ഷി. ആൾക്കാരുടെയും വണ്ടിയുടെയൊക്കെ ഒച്ച കേട്ടപ്പോൾ മെല്ലെ കാട്ടിനകത്തേക്ക് വലിയുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ നമുക്ക് അടുത്ത സൈറ്റിംഗ് കിട്ടി. ഒരു കൂട്ടം ആനകളായിരുന്നു. അതിൽ ഒരു പിടിയാന കുറച്ച് താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ബാക്കിയുള്ള ആനകളെല്ലാം കുന്നിൻ ചെരുവിന് മുകളിലായതുകൊണ്ട് അവിടെ കോട മൂടിയിരിക്കുകയാണ്. അതിന്റെ വിഷ്വൽ അത്ര ക്ലിയർ അല്ലായിരുന്നു. പെട്ടെന്നാണ് കോട താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയത്. കോടമഞ്ഞിനകത്ത് ഒരു നിഴലാട്ടം പോലെ നിൽക്കുന്ന ഈ ആനകളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ജംഗിൾ സഫാരിയുടെ പാതി ദൂരം പിന്നിട്ട ശേഷം നമ്മളിപ്പോൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലേക്ക് പോവുകയാണ്. മൊത്തം 1 സൈഡ് ഇവർ കവർ ചെയ്യുന്നത് 20 കിലോമീറ്റർ ആണ്. മൊത്തം 40 കിലോമീറ്റർ. ഈ ദൂരം കവർ ചെയ്യാൻ ഇവർ എടുക്കുന്ന സമയം 3.5 മുതൽ 4.5 മണിക്കൂർ വരെയാണ്.
വലിയ തരക്കേടില്ലാത്ത സൈറ്റിംഗ് ആയിരുന്നു ഇന്നത്തെ സഫാരിയിൽ കിട്ടിയത്. കോടമഞ്ഞ് മൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന മൃഗങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. എന്നാലും ആനയും മലയെണ്ണാനുമെല്ലാമായി ആരെയും നിരാശപ്പെടുത്താത്ത ഒരു സൈറ്റിംഗ് ആയിരുന്നു ഇന്ന് കിട്ടിയത്. എന്തായാലും ക്യാമ്പ് സൈറ്റിലെത്തുമ്പോൾ ഇനി രാത്രി 7:30 കഴിയും. ഈ പാക്കേജിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഭക്ഷണമാണ്. അതിപ്പോൾ ഉച്ചയ്ക്കത്തെ ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നതാണ്. ഭക്ഷണത്തിന്റെയും ഹോസ്പിറ്റാലിറ്റിയുടെയും കാര്യത്തിൽ ഇവർക്ക് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തേ പറ്റൂ. ഭക്ഷണശേഷം കോമൺ ഏരിയയിലെ ക്യാമ്പ് ഫയറിൽ ഞങ്ങളും ജോയിൻ ചെയ്തു. അപരിചിതരായ ആൾക്കാരുമൊത്ത് കുറെ നേരം വർത്താനവും പറഞ്ഞ് കളിയും ചിരിയും എല്ലാമായി നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അടുത്ത ദിവസം രാവിലെ കണ്ട കാഴ്ചയാണിത്. ഇതാണ് വൈറ്റ് ബെല്ലി ട്രീ പൈ. കാടിന്റെ ഒരു പ്രത്യേകതയും ഇത് തന്നെയാണ്. രാവിലെ പലതരത്തിലുള്ള പക്ഷികളും അവയുടെ പാട്ടുമെല്ലാമായാണ് കാട് നമ്മളെ ഉണർത്താറുള്ളത്. മരക്കൊമ്പിലെ കാഴ്ചകളെല്ലാം കണ്ട് താഴേക്ക് നോക്കിയപ്പോഴാണ് ഗാർഡനിൽ ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നത് കണ്ടത്. ലാർജ് സ്കെയിൽ പിറ്റ് വൈപ്പർ. അണലി വിഭാഗത്തിൽപ്പെട്ട ഈ പാമ്പ് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പൊതുവെ കണ്ടുവരുന്നത്. പോയിസണസ് സ്നേക്കിന്റെ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഈ പാമ്പ്. കാര്യമായി എന്തോ ഇരയും വിഴുങ്ങി അനങ്ങാൻ പറ്റാതിരിക്കുകയാണ്. കുറെ നേരമായി ഈ ഇരിപ്പ് തുടങ്ങി. നമ്മുടെ താമസ സ്ഥലത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വിജയചേട്ടനെത്തി. മോർണിംഗ് ട്രെക്കിനുള്ള സമയമായി. ഈ ഒരു ഇലക്ട്രിക് ഫെൻസിങ് കടന്ന് അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ കാടാണ്. എപ്പോഴും ആനകൾ വരുന്ന ഒരു ഏരിയ ആണ് അത്രയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആനത്താരയ്ക്ക് തൊട്ടടുത്ത്. ഇനി ഫെൻസിങ് എവിടെയാണെന്നും കൂടെ കാണിച്ചു തരാം. ആ കാണുന്നതാണ് നമ്മൾ താമസിച്ച സ്ഥലം. സ്ഥിരമായിട്ട് ആനകൾ വരുന്ന ഒരു ഏരിയ ആണ് അത്രയത്. ഇനി നമ്മൾ അങ്ങോട്ട് ഒരു 7-8 കിലോമീറ്ററോളം കാട്ടിനകത്തൂടെയുള്ള യാത്രയാണ്. അപ്പോൾ കാട്ടിനകത്തൂടെ ട്രക്കിംഗ് ചെയ്യുമ്പോൾ അധികം സംസാരമോ ഒച്ചയൊന്നും ഇല്ലാതെ മെല്ലെ വേണം പോകാനായിട്ട്. എങ്കിലേ വല്ല അനിമൽ സൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി അധികം സംഭാഷണങ്ങളില്ല. നിങ്ങൾ കാടിൻ്റെ സൗണ്ടും ആ ഭംഗിയുമൊക്കെ ഒന്ന് ആസ്വദിക്കും. വിജയ് ചേട്ടൻ പെട്ടെന്നാണ് അപ്പുറത്തെ ചെരുവിൽ നിൽക്കുന്ന ആനകളെ സ്പോട്ട് ചെയ്തത്. നമ്മൾ നിൽക്കുന്നിടത്തുനിന്ന് ഒരുപാട് ദൂരെയാണ് ഈ ആനകൾ നിൽക്കുന്നത്. പക്ഷെ ഗവി ഡാം ക്രോസ് ചെയ്തിട്ട് ഒരു 2 കിലോമീറ്ററോളം നടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആനകളെ കുറെ കൂടെ അടുത്തുനിന്ന് കാണാൻ പറ്റും. പക്ഷെ അതിലൊരു ട്വിസ്റ്റ് ഉള്ളത്, 7 മണിക്ക് എത്തുന്ന കുമളി എന്നുള്ള ആദ്യത്തെ ബസ് ഈ ആനകൾ നിൽക്കുന്നതിന്റെ തൊട്ടു മുകളിലാണ് ആൾക്കാരെ സൈറ്റ് സീയിങ്ങിനായിട്ട് ഇറക്കുന്നത്. ആൾക്കാർ ഇറങ്ങി ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങിയ ആനകൾ കാട് കയറും. അപ്പൊ അതിനു മുമ്പ് നമുക്ക് അവിടെ എത്തണം. ഇപ്പൊ തന്നെ സമയം 6:45.
ആ ബസ് എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തി. ആദ്യം കണ്ട 4 ആനകളിൽ 3 എണ്ണത്തിനെ നമുക്ക് ഇവിടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. 2 പിടിയാനകളെയും നടുക്ക് നിൽക്കുന്ന കൊമ്പനാനയെയും. 4ാമത്തെ ആന കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ആംഗിളിൽ നിന്നും നമുക്ക് കിട്ടാത്തത്. ആ ആനയും ഒരു കൊമ്പനാനയാണ്. എങ്ങനെ ഇത്ര ഉറപ്പിച്ച് പറയുന്നു എന്ന് ചോദിച്ചാൽ ഈ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ലോങ് ഷോട്ട് ഫുട്ടേജിൽ നിങ്ങൾക്ക് ആനയെ നല്ല വ്യക്തമായി കാണാൻ സാധിക്കും. ഞങ്ങൾ ഇവിടെ എത്തി കുറച്ചു നേരം കഴിഞ്ഞതും കുമളിയിൽ നിന്നുള്ള ആദ്യത്തെ ബസ്സും എത്തി. ആൾക്കാരെല്ലാം ഇറങ്ങി കാഴ്ചകളും കണ്ട് ഫോട്ടോയും എടുത്ത് ബഹളവും വെച്ച് നിൽക്കുകയാണ്. ഇവർക്കറിയില്ലല്ലോ തൊട്ട് താഴെയായിട്ട് 3 ആനകളുണ്ട് എന്ന്. കാരണം ഇവർ നിൽക്കുന്നിടത്തുനിന്ന് ഈ ഒരു വ്യൂ കിട്ടുകയുമില്ല. ആനകളെയെല്ലാം കണ്ട് ഞങ്ങൾ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഫ്രഷാണല്ലേ? മണം വരട്ടെ. ആനച്ചോരുണ്ട്. നമ്മളിപ്പോൾ ഈ നേരത്തെ കണ്ടത് ഫ്രഷ് ആയിട്ടുള്ള ആനപ്പിണ്ടമായിരുന്നു. വിജയചേട്ടനെ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ട്. അധിക നേരമായിട്ടില്ല ഇട്ടിട്ടെന്നാണ് പറഞ്ഞത്. പിന്നെ നല്ല ആനച്ചൂരും അപ്പുറത്ത് ഈ ചില്ലകളൊക്കെ ഒടിക്കുന്ന ചെറിയ ചെറിയ സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആന അടുത്ത് തന്നെ എവിടെയുണ്ട്. ഒരു ക്ലോസ് എൻകൗണ്ടർ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പുള്ളിക്കാരൻ അതാ നോക്കി നിൽക്കുന്നത്. ഒരു കാട്ടാനയെ തൊട്ടടുത്ത് കാണാൻ കിട്ടിയൊരു അവസരമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. വിജയചേട്ടൻ പറയുന്നത് കാട്ടാനകൾക്ക് നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ 3-4 മണിക്കൂർ വരെ അനങ്ങാതെ നിൽക്കാനുള്ള കഴിവുണ്ടത്ര. ആ ആന നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് അത്ര ആനച്ചൂര് കിട്ടിയിട്ട് പോലും ആ ആനയെ കാണാൻ സാധിക്കാതിരുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശബരിമല വ്യൂ പോയിന്റിലാണ്. ശബരിമല കയറാതെ അമ്പലം കാണാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ വ്യൂ പോയിന്റിൽ നിന്നുമാണ്. വൈകുന്നേര സമയങ്ങളിൽ ക്ലിയർ സ്കൈ ആണെങ്കിൽ അമ്പലത്തിലെ ദീപാരാധനയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചു കഴിയുമ്പോൾ കുറെ കൂടെ മനോഹരമായി നമുക്ക് ആ ക്ഷേത്രം കാണാൻ സാധിക്കും. ഇതാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതൊരു കരിങ്കുരങ്ങന്റെ കുഞ്ഞാണ്. കരിങ്കുരങ്ങൻ കുഞ്ഞുങ്ങൾ ഇതുപോലെ ഒറ്റയ്ക്കിരിക്കുന്നത് അപൂർവ കാഴ്ചയാണ്. കാരണം തള്ളക്കുരങ്ങൾ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവും. ഇതിന്റെ കൂടെ ഉണ്ടായിരുന്ന തള്ളക്കുരങ്ങൻ അപ്പുറത്തെ മരത്തിലേക്ക് ചാടിപ്പോയി. പാവത്തിന് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ചാടാൻ പറ്റാതെ പെട്ടിരിക്കുകയാണ്.
പോയല്ലേ. കടുവയുടെ കേന്ദ്രമാണ് ഇവിടെ അല്ലേ. വെളുപ്പിനെയൊക്കെ ട്രക്ക് ചെയ്ത് ഈ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് കടുവ കാണാം. ഇവിടെയോ? വിജയ് ചേട്ടൻ പറയുന്നത് ശബരിമല സീസൺ തുടങ്ങിക്കഴിഞ്ഞെങ്കിലും ഈ പുൽമേടുകളിലെല്ലാം രാവിലെ ട്രക്ക് ചെയ്ത് വരികയാണെങ്കിൽ കടുവയെ കാണാൻ പറ്റുമെന്ന്. അതുപോലെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഭാഗത്ത് ആനകളും ഉണ്ടാകും. എന്തായാലും മണ്ഡലമാസം തുടങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടെ ഗവിയിലേക്ക് വരണം, അത് ഉറപ്പിച്ചു. കാട്ടിലൂടെ 7 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്ത് നമ്മൾ ഇനി കയറാൻ പോകുന്നത് ഗവി ഗ്രാമത്തിലേക്കാണ്. ഈ ഗ്രാമത്തിന് അതിൻ്റെതായ ഒരു ചരിത്രമുണ്ട്. പണ്ട് ബ്രിട്ടീഷുകാരുടെ സമയത്ത് തോട്ടം തൊഴിലാളികളായി മാക്സിമം പൊക്കൊണ്ടിരുന്നത് തമിഴ് വംശജരാണ്. അങ്ങനെ ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് തോട്ടം തൊഴിലാളികളായി പോയ തമിഴ് വംശജർ അവിടെ സെറ്റിലാകുകയും അവരുടെ പോപ്പുലേഷൻ 15% മുകളിലേക്ക് പോയപ്പോൾ അവിടെയുള്ള സിംഗളർ അതിനെതിരെ കലാപം സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെയുണ്ടായ യുദ്ധത്തിനിടയ്ക്ക് 1964 ഇന്ത്യയും ശ്രീലങ്കയും ഒപ്പുവെച്ച സിരിമാവോ ശാസ്ത്ര ഉടമ്പടി പ്രകാരം അവിടെ പൗരത്വമില്ലാതിരുന്ന തമിഴ് വംശജരെ ഇന്ത്യ തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ആ ആൾക്കാർക്ക് തമിഴ്നാട്ടിലും കേരളത്തിലും പലയിടങ്ങളിലായിട്ടാണ് സെറ്റിൽമെന്റ് ഒരുക്കി കൊടുത്തത്. അങ്ങനെ ഉണ്ടായ ഒരു സെറ്റിൽമെന്റാണ് ഗവി. ഗവിയുടെ ചരിത്രവും ഇവിടെ ഇപ്പോഴുള്ള ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങളും ഒരുപാട് കാര്യങ്ങൾ വിജയ് ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ റിസർവോയറിന് അടുത്തേക്കാണ്. ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ബോട്ടിംഗ് ആണ്. ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയപ്പോഴേക്കും രാവിലെ 10:30 ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇനി നേരെ ബോട്ടിങ്ങിന് പോവുകയാണ്. ഈ റിസർവോയറിന് ചുറ്റുമായും ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് കാരണം അപ്പുറത്ത് നിന്നും ആന ഈ നദി ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരാറുണ്ടത്രേ. അതിന് തടയിടാനാണ് ഈ ഫെൻസിങ്. വിജയ് ചേട്ടനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ബോട്ടിങ്ങിൻ്റെ ഒരു പ്രത്യേകത, ഈ ബോട്ട് തുഴയാൻ ഈ ഗൈഡുകൾക്ക് മാത്രമേ പെർമിഷനുള്ളൂ. നിങ്ങൾ ഇനിയിപ്പോൾ എത്ര വലിയ എക്സ്പേർട്ട് ആണെങ്കിലും നിങ്ങളെ കൊണ്ട് അവരത് തൊടിപ്പിക്കുകയില്ല. ഏകദേശം ഒരു 20 മിനിറ്റോളം തുഴഞ്ഞു വേണം അപ്പുറത്തേക്ക് എത്താൻ. ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ കാടിൻ്റെ പല കാര്യങ്ങളും കാഴ്ചകളും എല്ലാം ഇവർ നമുക്ക് കാണിച്ചു തരും. ഇപ്പോഴാണെങ്കിലും നമ്മൾ ഈ കരയോട് ചേർന്നാണ് പോകുന്നത്. കാരണം ഒരുപാട് പാമ്പുകൾ ഇറങ്ങുന്ന ഒരു സീസണാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് നീർവീഴ്ച വാട്ടർഫാൾസ്. ഈ കിടിലൻ വാട്ടർഫാൾസിന്റെ പ്രത്യേകത ഈ വെള്ളം ഒഴുകുന്ന സർഫസ് തന്നെയാണ്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ഒട്ടും ആഴമില്ല. അതുകൊണ്ട് തന്നെ ധൈര്യമായി നിങ്ങൾക്ക് വെള്ളത്തിൽ ഇറങ്ങുകയും കളിക്കുകയും എല്ലാം ചെയ്യാം. നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വാട്ടർഫാൾസിന് അടുത്തൂടെ തന്നെ ഒരു ആനത്താരയുണ്ട്. ഇടയ്ക്ക് ഇതുവഴി ആനകൾ വരാറുമുണ്ട്. വാട്ടർഫാൾസിൽ കുറെ അധിക നേരം ചിലവഴിച്ച് നമ്മുടെ തിരിച്ചുള്ള യാത്ര തുടങ്ങി. ബോട്ട് തുഴയുന്നതിനിടയ്ക്ക് തന്നെ ചെറുതായിട്ട് മഴയും കോടമഞ്ഞുമെല്ലാം വന്നു. എന്തോ ഭാഗ്യത്തിന് ഇതൊന്നും രാവിലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ അധികം കാഴ്ചകൾ കാണാനും സാധിച്ചു. ഇനി നേരെ റൂമിൽ പോയി ബാഗ് എല്ലാം പാക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്യണം. ബാഗ് പാക്ക് ചെയ്തു വന്നതും കാണുന്ന കാഴ്ചയാണിത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിങ്ങൾ ഈ കാണുന്ന കാഴ്ച കാണുന്നത് എന്ന് ഓർക്കണം. ഇത്രയും നേരം തെളിഞ്ഞു നിന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഇതുപോലെ കോട മൂടിയിരിക്കുന്നത്. അതുതന്നെയാണ് മഴക്കാലത്തെ ഗവിയുടെ പ്രത്യേകതയും. തെളിഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം പെട്ടെന്ന് ഇതുപോലെ മൂടിക്കെട്ടുകയും മഴ പെയ്യുകയും എല്ലാം ചെയ്യും. ഈ സമയത്ത് ഗവിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ യാത്രയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.